ഇന്ത്യയിലെ പേരുകേട്ട ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന തെലങ്കാന സർക്കാരിനെതിരെയാണ് അവരുടെ പോരാട്ടം. സർവകലാശാലയ്ക്ക് അനുവദിക്കപ്പെട്ടിരുന്ന 400 ഏക്കർ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ IT പാർക്ക് ആക്കാനുള്ള സർക്കാർ നീക്കത്തെയാണ് അവർ പ്രധാനമായും എതിർക്കുന്നത്. സർക്കാരാകട്ടെ അവഹേളിച്ചും ബലം പ്രയോഗിച്ചും വിദ്യാർത്ഥികളെ നേരിടാനുള്ള ശ്രമത്തിലുമാണ്. ഹൈദരാബാദിന്റെ കണ്ണായ മേഖലയിൽ 400 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാഞ്ച ഗച്ചിബൗളി ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്നത് മാനുകളുടെയും മയിലുകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും കരച്ചിലുകളാണ്. 50ഓളം ബുൾഡോസറുകൾ ഉപയോഗിച്ച് രേവന്ത് റെഡ്ഡി സർക്കാർ നടത്തുന്ന വനനശീകരണ പ്രവർത്തനം ഒടുവിലെത്തി നിൽക്കുന്നത് കോടതിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ പ്രഖ്യാപിച്ചത്. അടുത്തൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒരു മരം പോലും കാഞ്ച ഗച്ചിബൗളിയിൽ വീഴാൻ പാടില്ലെന്നാണ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഇതിനോടകം സർക്കാരിന് വേണ്ട പ്രദേശത്തെ പകുതിയിലധികം ഭാഗങ്ങളും ഒഴിപ്പിച്ചെടുത്തു എന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. രംഗറെഡ്ഡി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ച ഗച്ചിബൗളിയിലെ 400 ഏക്കർ സ്ഥലം ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. സർവകലാശാലയ്ക്ക് അനുവദിക്കപ്പെട്ട ഭൂമിയുടെ ഭാഗമാണെങ്കിലും പ്രത്യക്ഷത്തിൽ അതിർത്തികളൊന്നും നിർണയിച്ചിട്ടില്ല. നിലവിലെ സംഘർഷങ്ങളുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാകണമെങ്കിൽ ദശാബ്ദങ്ങൾ പിന്നിലേക്ക് പോകേണ്ടി വരും. 1974 ഇതിന്റെ എല്ലാം ആരംഭം. തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുൻപ്. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആന്ധ്രാപ്രദേശ് സർക്കാർ ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് 2400 ഏക്കറോളം ഭൂമി അനുവദിച്ചു. നിലവിൽ തർക്കത്തിലുള്ള 400 ഏക്കറും അതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഭൂമിയുടെ നിയമപരമായ അവകാശങ്ങൾ സർവകലാശാലയ്ക്ക് ഇതുവരെയും കൈമാറിയിരുന്നില്ല. കഴിഞ്ഞ 15 വർഷമായി സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് കത്തെഴുതുന്നുണ്ടെങ്കിലും അതിൽ ഇതുവരെയും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഭൂമി കൈമാറുമ്പോൾ മുന്നോട്ട് വച്ചിരുന്ന പ്രധാന നിബന്ധന അത് അക്കാദമിക് ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു. എന്നാൽ കായിക സൗകര്യങ്ങളുടെ വികസനത്തിനായി 2004 ജനുവരി 13 കാഞ്ച ഗച്ചിബൗളി ഉൾപ്പെടെ 850 ഏക്കർ ഭൂമി IMG അക്കാദമീസ് ഭാരത് പ്രൈവറ്റ് ലിമിറ്റഡിന് ആന്ധ്രാപ്രദേശ് സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാകാതെ വന്നപ്പോൾ 2006 നവംബർ 21 സർക്കാർ അത് തിരിച്ചെടുക്കുകയും ചെയ്തു. ആ നടപടിക്കെതിരെ IMG അക്കാദമീസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 21 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2024 മാർച്ച് 24 സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധി പറഞ്ഞു. പിന്നാലെയാണ് 2024 ജൂൺ 19 IT പാർക്കിനായി 400 ഏക്കർ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തെലങ്കാന വ്യവസായ വികസന കോർപ്പറേഷൻ സമർപ്പിക്കുന്നത്. പിന്നീട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഭൂമി കൈമാറ്റത്തിന് അംഗീകാരം നൽകുകയും കോർപ്പറേഷൻ അത് ഏറ്റെടുക്കുകയുമായിരുന്നു. തിടുക്കത്തിൽ നടത്തിയ ഈ കൈമാറ്റങ്ങളാണ് സർക്കാരും സർവകലാശാലയിലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. മൾട്ടി ഇൻഫ്രാസ്ട്രക്ചർ, IT പാർക്കുകൾ എന്നിവ വികസിപ്പിക്കാൻ എന്ന പേര് പറഞ്ഞാണ് തെലങ്കാന വ്യവസായ വികസന കോർപ്പറേഷൻ ഭൂമി ലേലം ചെയ്യാൻ തീരുമാനിച്ചത്. അതിനെതിരെ മാർച്ച് 13 മുതൽ വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വഷളായത് മാർച്ച് 30 ഉച്ചയോടുകൂടിയാണ്. ലേലത്തിന് മുന്നോടിയായി പ്രദേശം വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് അകമ്പടിയിൽ 8 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ക്യാമ്പസിലെത്തിയത്. അത്തരമൊരു നീക്കം അനുവദിക്കാൻ സാധ്യമല്ലെന്ന നിലപാട് വിദ്യാർത്ഥികൾ കൈക്കൊണ്ടതോടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയുമായിരുന്നു. പെൺകുട്ടികളെ തലയ്ക്ക് കുത്തിപ്പിടിച്ചും വലിച്ചിഴച്ചുമാണ് പോലീസ് നേരിട്ടതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 800-ലധികം സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയായ പ്രദേശത്തെ നശിപ്പിക്കുന്നത് ഹൈദരാബാദ് നഗരത്തെ വരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നഗരത്തിന്റെ കണ്ണായ പ്രദേശമാണ് കാഞ്ച ഗച്ചിബൗളി എന്നും അതിനെ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിലൂടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കച്ചവടത്തിലാണ് സർക്കാരിന്റെ കണ്ണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. അതിനുവേണ്ടിയാണ് രേവന്ത് റെഡ്ഡി സർക്കാർ ഇത്രയധികം വാശി പിടിക്കുന്നതെന്നും പറയുന്നുണ്ട് അവർ. വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ആ പ്രദേശം വനഭൂമിയല്ല എന്നുമാണ് സർക്കാരിന്റെ പ്രധാന വാദം. ഒപ്പം വന്യജീവികളല്ല വികസന വിരോധികളായ കുറുക്കന്മാരാണ് അവിടെയുള്ളതെന്ന അപഹസിക്കലും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടുത്തിടെ നടത്തിയിരുന്നു. എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജീവജാലങ്ങൾ ഉൾപ്പെടെ വസിക്കുന്ന കാഞ്ച ഗച്ചിബൗളി നശിപ്പിക്കുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാരിസ്ഥിതിക പ്രവർത്തകർ. വിഷയത്തിൽ നടൻ പ്രകാശ് രാജ്, യൂട്യൂബർ ധ്രുവരാട്ടി ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. വിഷയം ഇപ്പോൾ കോടതിയിലാണ്. വിദ്യാർത്ഥി പ്രതിനിധികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും നേരിട്ട് കണ്ട് കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. എന്താകും തുടർ നീക്കങ്ങൾ എന്നത് വരും ദിവസങ്ങളായിരിക്കും അറിയുക. വനനശീകരണത്തിലൂടെയാണോ നാട്ടിൽ വികസനം സാധ്യമാക്കേണ്ടത് എന്നതാണ് വിദ്യാർത്ഥികളും പ്രതിഷേധ പ്രവർത്തകരും ഉയർത്തുന്ന പ്രധാന ചോദ്യം.